മുന്നറിയിപ്പ് ടീമാണ്. മുന്നറിയിപ്പ് ടീമിൽ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ ഈ 4 വിഭാഗം കമ്മിറ്റി രൂപീകരിച്ച് അതിന് ടെൻഡർ കൊടുത്തു. അതിൽ അംഗങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളിൽ ഉള്ള ചിലരൊക്കെ അതിൽ അംഗങ്ങളായിരിക്കും. മുന്നറിയിപ്പ് ടീം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പുഴയുടെ കാര്യത്തിലാണെങ്കിൽ റെഡ് അലേർട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള ഇതിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് ഈ പറഞ്ഞ എഫക്റ്റഡ് ഏരിയാസിലുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കലാണ്. അത് ചിലപ്പോൾ അനൗൺസ്മെൻ്റ് ആകാം, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള വിവരം നൽകലാവാം, റേഡിയോ വഴിയുള്ളതാകും. എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക ഈ വിവരം? അതാണ് ആ മുന്നറിയിപ്പ് ടീം. ആ മുന്നറിയിപ്പ് നൽകി കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ ടീം വരുന്നത് ഒഴിപ്പിക്കൽ ടീമാണ്. അത് റെഡിയാവണം. ഓറഞ്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് പ്രഖ്യാപിച്ചാൽ മുന്നറിയിപ്പ് ടീം ആ മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴേക്കും ഒഴിപ്പിക്കൽ ടീം അവിടെ എത്തണമെന്നാണ്. ഒഴിപ്പിക്കൽ ടീം നേരത്തെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളതാണ്. അതിന് ഓരോ വാർഡിലും അത് നമ്മൾ ഇവിടെ നിന്ന് അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കേണ്ടി വരും. പഞ്ചായത്തിൽ ഒഴിപ്പിക്കൽ ടീം, പഞ്ചായത്ത് പല ടീമുണ്ട്, അതിനൊരു ക്യാപ്റ്റനുണ്ട്. സാധാരണ നിലയിൽ ഒഴിപ്പിക്കൽ എന്ന് പറയാൻ നമ്മൾ കാണുന്നത് പോലെ പഞ്ചായത്തിലുള്ള ആളുകളെല്ലാം ചെയ്യും. അതിന് പോലീസിൻ്റെയും സെലക്ട് ചെയ്ത പരിശീലനം നൽകിയ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ആളുകളുണ്ട്. ഈ നമുക്കുള്ള നിർദ്ദേശം വരുന്നത് നമ്മുടെ പഞ്ചായത്ത് തല ഒഴിപ്പിക്കൽ ടീം ക്യാപ്റ്റൻ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അവരെ അറിയിക്കുക. അവർ സ്ഥലത്ത് എത്തും. അവർക്ക് എന്താണ് ബോട്ടാണ്, എന്ത് സൗകര്യമാണ് വേണ്ടത്, വാഹനങ്ങളടക്കം അവർക്കുണ്ടാവുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് നമുക്ക് പ്രാദേശികമായി ഒഴിപ്പിക്കാൻ ആവശ്യമായ വോളണ്ടിയർമാർ ഉണ്ടാവണം. അതുപോലെ തന്നെ അതിനാവശ്യമായ സൗകര്യം അത് ആരുടെ കയ്യിലാണുള്ളത് അതിൻ്റെ എല്ലാം വിവരം നമ്മൾ ശേഖരിച്ച് കയ്യിൽ വെക്കണം. ആ സമയത്ത് അവരുടെ കൂടെ നമുക്ക് അവരുടെ കൂടെ ചേരാൻ കഴിയണം. അതാണ് ഒഴിപ്പിക്കാൻ കഴിഞ്ഞാൽ. പിന്നെ ഈ ഷെൽട്ടർ മാനേജ്മെന്റ് ടീമാണ്. നമ്മുടെ നിലവിൽ എവിടെയൊക്കെയാണ് ആളുകളെ ഒരു പ്രയാസം ഉണ്ടാവും, പാർപ്പിക്കാൻ കഴിയാത്തത് ഒരു ലിസ്റ്റ് ഉണ്ട്. സ്കൂളുകളുടെ ലിസ്റ്റ് ഉണ്ടാവും, പൊതുസ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒഴിപ്പിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഷെൽട്ടർ മാനേജ്മെന്റ് ഒരു ടീമുണ്ട്. ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് താമസം ഒരുക്കുക, അവർക്ക് ഭക്ഷണം റെഡിയാക്കുക, അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേറെ തന്നെ റൂം സജ്ജമാക്കണം. ആളുകൾക്കനുസരിച്ച് കുടുംബങ്ങൾക്കനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ തയ്യാറെടുപ്പുണ്ടാവും. അതിനുശേഷമാണ് പ്രഥമ ശുശ്രൂഷ ടീം, 4ാമത്തെ ടീമാണ്. അതിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടർമാരുണ്ട്, PHCയിലുണ്ട് ഡോക്ടർ, അതുപോലെ തന്നെ ആയുർവേദമുണ്ട്, ആയുർവേദം, ഹോമിയോ, ഈ ഡോക്ടർമാരുണ്ടാവും, നമ്മുടെ നേഴ്സുമാരുണ്ടാവും. അതോടൊപ്പം നമുക്ക് നാട്ടിൽ നിലവിൽ ഡോക്ടർമാരുണ്ടോ, നമ്മുടെ നാട്ടിൽ താമസിക്കുന്നത്, നമ്മുടെ വാർഡിൽ താമസിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും അവരുടെയൊക്കെ പേര് വിവരം ശേഖരിക്കണം, ഫോൺ നമ്പർ ഉണ്ടാവണം. നമുക്ക് ഈ ദുരന്തം വരുന്നതിന് മുമ്പുള്ള ഒരു രീതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ദുരന്തം സംഭവിച്ചാലും ഇവരൊക്കെ ആ ഫീൽഡിലേക്കാണ് പോകുന്നത്. ഫീൽഡിലേക്ക് അവരെ ഷെൽട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിനുണ്ട്. നിയറസ്റ്റ് ആയിട്ട് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളത് ഉണ്ടാവും. അതോടൊപ്പം നമുക്ക് ഈ പുഴ കയറി പുഴയിൽ വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ നിലവിലുള്ള നമ്മുടെ അനുഭവം. അപ്പോൾ അവിടെ നിന്ന് ഷെൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് സർക്കാർ പറയുന്നത് സർക്കാർ സ്ഥാപനം എന്നാണ്. അങ്ങനെയല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ സ്ഥാപനത്തിൽ എല്ലാ ഭാഗത്തേക്കും യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഷെൽട്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ 2 ഭാഗത്തും വെള്ളം കയറി ഷെൽട്ടർ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി കൊണ്ട് കൃത്യമായൊരു സെൻറ്റർ കണ്ടെത്തണം. അങ്ങനെ അവിടെ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഒക്കെ ചുമതല റവന്യൂ വകുപ്പിലാണ്. പക്ഷേ നമ്മൾ ആണ് അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെല്ലാം. അപ്പോൾ അവരെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വളരെ കൂടുതലായിട്ട് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് പ്രധാനമായി നമ്മൾ നേരത്തെ വെള്ളം കയറിയപ്പോൾ ഏതൊക്കെ വീടുകളാണ് എഫക്റ്റ് ചെയ്തിരുന്നത് ആ വീടുകളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കണം. ആ ലിസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളൊരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ എല്ലാ വാർഡുകളിലും ഇന്നലെ മുതൽ കയറാൻ തുടങ്ങി, ഏകദേശം കഴിഞ്ഞായിരിക്കും. നമ്മൾ പെട്ടെന്ന് അത് എടുക്കണം. അത് ഓരോ വീട്ടിൽ കയറിയിട്ട് അവരുടെ ഗുരുനാഥൻ്റെ പേര്, അവരുടെ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് വേണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ എത്ര പേരുണ്ട്, അവിടെ 5 വയസ്സിൽ കുറഞ്ഞ കുട്ടികൾ എത്ര പേരുണ്ട്, ശാരീരിക വൈകല്യം സ്വന്തമായി നടക്കാൻ പറ്റാത്തവർ എത്രയുണ്ട്, അതുപോലെ മാനസിക വൈകല്യം ഉള്ളവർ, നിത്യരോഗികളായിട്ട് അതായത് മൂവ് ചെയ്യാൻ പറ്റാത്ത നിത്യരോഗികളായിട്ടുള്ളവർ ആരൊക്കെയാണ്, ഈ വിവരം കൃത്യമായി ശേഖരിക്കണം. അതുപോലെ തന്നെ ഈ വീടുകളിലേക്ക് റോഡ് സൗകര്യമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കണം. പിന്നെ ആ വീട്ടിൽ തന്നെ
വളർത്ത് മൃഗങ്ങൾ, പക്ഷികൾ എന്തൊക്കെയാണുള്ളത്, അത്തരം കാര്യങ്ങൾ ശേഖരിക്കണം. അപ്പോൾ എത്ര വീടുകളുണ്ട്, എഫക്റ്റഡ് വീടുകൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്കറിയാം. ആ വീടുകളിൽ പോയി ഈ വിവരം ശേഖരിക്കണം. ഈ വിവരം ശേഖരിച്ച് പഞ്ചായത്തിനെ ഏൽപ്പിക്കണം. ഒരു കുട്ടി നിങ്ങളും കയ്യിലെടുക്കണം. ഇതിലെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് ഇതെല്ലാം നമ്മൾ ഹരിപറിയായിട്ട് ചെയ്യുകയാണ്. ഇതിലെല്ലാം ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഇറങ്ങാണ് ചെയ്യാം. അങ്ങനെ എല്ലാം ഇറങ്ങുന്നത്. ഇതിലെല്ലാം ഓരോരോ സംവിധാനങ്ങളുണ്ട്. അവരെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം നിലവിൽ മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ടാവും, കൃത്യമായി മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ പ്രയാസമുള്ളവരുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തണം. അവർ ഷിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റൽ ഈ പറഞ്ഞ ഷെൽട്ടർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് റെഗുലറായിട്ട് കിട്ടേണ്ട സേവനമുണ്ട്. അതിനാണ് നമ്മൾ ഹെൽത്ത് ടീമിൻ്റെ ഒരു ടീം തന്നെ ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടാവും. അത് സാധാരണ ഉള്ളതാണ്. അത് ഫുൾ ടൈം അവിടെ ആ ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ ചികിത്സക്ക് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ മുൻകൂട്ടി തന്നെ ആദ്യം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഇവരെ നിയമപ്രകാരം ഈ വിഭാഗത്തിൽപ്പെട്ടവർ ഫസ്റ്റ് ഇവർ ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് മറ്റുള്ളവരെ ഷിഫ്റ്റ് ചെയ്യുക. അതൊരു പ്രയോറിറ്റി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് നിലവിൽ അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായൊരു വിവരശേഖരണം നടത്തി ഈ വാർഡിൽ തന്നെ ഈ പറഞ്ഞ ഒരു മുന്നറിയിപ്പ് ടീം രൂപീകരിക്കുന്നത് നല്ലതായിരുന്നു. അതായത് ഇവിടെയുള്ള ആളുകൾക്കാണ് ഈ പുഴയുടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്ക് പൊതുവെ ഇങ്ങനെയൊരു അനുഭവം ഇല്ലാത്തതാണ്. കണ്ടവം ഫോറസ്റ്റിൽ ഈ ഉരുൾപൊട്ടിയപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷേ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ റേഞ്ചിൽ, അതായത് കണ്ടവത്തിന് ഫോറസ്റ്റ് ആരംഭിക്കുന്ന ഇവിടം വരെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ തീവ്രമായ മഴ പെയ്താൽ ഒരു 300 മില്ലിമീറ്ററിലുള്ള മഴ പെയ്താൽ കൃത്യമായിട്ട് വെള്ളം ചെയ്യും. അപ്പോൾ അത് നമ്മൾ കാണണം. ഇപ്പോഴും നമുക്കിപ്പോൾ പറയും നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇപ്പം നിലവിൽ നമ്മുടെ പ്രദേശത്ത് അങ്ങനെയില്ല. അങ്ങനെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലേസിനെസ്, അലസത നമുക്ക് വേണ്ട. അപ്പോൾ ഈ ടീം ഓറഞ്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ മുന്നറിയിപ്പ് ടീം സജീവമായിരിക്കണം. രാത്രി അടക്കം പുഴയെ നിരീക്ഷിക്കുന്ന അവസ്ഥയുണ്ടാവണം. നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലുള്ള ലീഡറെ അറിയിച്ചു കഴിഞ്ഞാലാണ് അവരാണിത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക, സംവിധാനങ്ങളെല്ലാം വരിക. ഷിഫ്റ്റിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ വേണം. നിങ്ങൾ ഇവിടെ ഇന്ന് ഈ കാര്യങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. വിവരം പെട്ടെന്ന് ശേഖരിക്കണം. അതുപോലെ തന്നെ വീടുകൾ, എഫക്റ്റഡ് വീടുകളുണ്ടാവും. അതുപോലെ തന്നെ അവർ കുടുംബ വീടുകളിലേക്ക് താമസം മാറുന്നവരുണ്ടാവും. അത്തരം ആളുകളുടെയും കൂടി ലിസ്റ്റ് എടുക്കണം. കാരണം നമുക്ക് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആരൊക്കെ നമ്മുടെ സെക്ടറിലേക്ക് വന്നു, ആരൊക്കെ വന്നില്ല, വരാത്തവരൊക്കെ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണോ, ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുകൂടി വ്യക്തമായ വിവരശേഖരണം നടത്തണം. അതോടൊപ്പം വാർഡ് തലത്തിൽ ഒരു എമർജൻസി റെസ്പോൺസ് ടീമുണ്ട്. അത് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഈ എല്ലാ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എമർജൻസി റെസ്പോൺസ് ടീം രൂപീകരിക്കണം. അത് വാർഡ് മെമ്പറായിരിക്കും അതിൻ്റെ ചെയർമാൻ. കൺവീനർ വാർഡ് വികസന സമിതി കൺവീനർ ആക്കുന്നത് കുഴപ്പമില്ല. പിന്നെ അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ പറഞ്ഞ വാഹനം ആളുകൾ ഷിഫ്റ്റ് ചെയ്ത വാഹനത്തിന് ഇപ്പോൾ കുറവില്ല. ഇപ്പോൾ എല്ലാ വീടുകളിലും വാഹനം. അപ്പോൾ അതും നിങ്ങളൊന്ന് ശേഖരിച്ച് വെക്കണം. ബില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും വരുന്നത്. അതുപോലെ തന്നെ പിന്നെ JCB തടസ്സങ്ങൾ നീക്കാനുള്ള JCB ഹിറ്റാച്ചി ഉടമസ്ഥർ, അവരുടെ പേര്, അവരുടെ നമ്പർ വേണം. മരം മുറിക്കുന്ന ആളുകളുടെ പേര്, അവരുടെ നമ്പർ വേണം. പിന്നെ ഈ മേഖലയിൽ ഞാൻ പറഞ്ഞു നഴ്സുമാർ ഈ വാർഡിലുണ്ടെങ്കിൽ അവരുടെ നിർബന്ധമായ അവരുടെ പേര്, ഫോൺ നമ്പർ വേണം. ഇവരെല്ലാം നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയതിന് ശേഷം അവരിലൊന്ന് വിളിച്ചു പറയണം. നമ്മൾ അടിയന്തര ഘട്ടത്തിൽ ഇങ്ങനെ ഈ ആവശ്യത്തിനാണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ സംഭവിക്കുന്നു. എന്നാൽ വിളിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നവരായിരിക്കണം എന്നത് അതിൽ അങ്ങനെ അത് ഉറപ്പുവരുത്തുകയും വേണം. ഒരു പേര് പറഞ്ഞു നമ്മൾ എഴുതി വെച്ച് പിന്നെ അവരിപ്പോൾ നാട്ടിലില്ലാത്തവരാണ്, അങ്ങനെയുള്ള കേസുകളൊക്കെ വരും. അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പോൾ വണ്ടീൻ്റെ കാര്യം വേണം. ഈ ആംബുലൻസ് പഞ്ചായത്തിൻ്റെതുണ്ട്, നമുക്ക് നിയറസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ വേണം. നേഴ്സുമാരെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എക്സ് സർവീസ് ആയിട്ടുള്ള പഴയ പോലീസുകാർ, മിലിറ്ററി, ഫയർഫോഴ്സുകാർ, ഇവരൊക്കെ നല്ല അനുഭവമുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം ഇതിനകത്ത് ഈ കമ്മിറ്റി എമർജൻസി റെസ്പോൺസ് ടീമിൽ ചേർക്കണം. ഇപ്പോൾ വോളണ്ടിയർമാരുണ്ട്, ആപ്ത ട്രെയിനിങ്ങെല്ലാം കിട്ടിയ ആളുകളുണ്ടാവും, NCC കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ NSS ഉണ്ടാവും, സ്റ്റുഡൻസ് പോലീസ് ഉണ്ടാവും.
ഈ പറഞ്ഞ ആഫ്റ്റർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ ഫയർഫോഴ്സുകാർ കൊടുക്കുന്ന ട്രെയിനിങ്ങാണ്. ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ നീന്തലിൻ്റെ കാര്യങ്ങൾ അതെല്ലാം അറിയുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരം ആൾക്കാരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി, ഒരു നല്ലൊരു കമ്മിറ്റി ആക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ വിവരശേഖരണം പെട്ടെന്ന് നടത്തുക. നമ്മൾ ഒരിക്കലും മഴ കൂടുകയില്ല എന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. മഴ ഇതുവരെ വളരെ കുറവാണ്. മഴമേഖലകൾ കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ റേഞ്ചിൽ കാര്യമായ മഴ പെയ്താൽ നമുക്ക് പ്രയാസം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് വെള്ളം കയറുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടുത്തെ അനുഭവം വെച്ചാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം ഈ മണ്ണ് നീക്കം ചെയ്ത് വീടെടുത്തിട്ടുള്ള ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ഒന്ന് ഈ നല്ല മഴ സമയത്തെല്ലാം ഒന്ന് വാച്ച് ചെയ്യാൻ പറയണം. അവർ കട്ട് ചെയ്ത ഭാഗത്തെ മാറ്റങ്ങൾ പരിശോധിക്കാൻ പറയണം. അത് ഇടിഞ്ഞ് വീട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. അത് അപകട അവസ്ഥയിലാണെങ്കിൽ, അത് നല്ല മഴയുടെ സമയങ്ങളിൽ അപകടാവസ്ഥയിലാണെങ്കിൽ അവർ മാറിയേ മതിയാവും. അതുപോലെ മറ്റ് വലിയ വൻ മരങ്ങൾ അപകടകരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ഘടകങ്ങളാണ് കാണുന്നത്. അതെല്ലാം അങ്ങനെ അപകടകരമായിട്ടുണ്ടെങ്കിൽ അവർ ഉടമസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതിൻ്റെ അടുത്ത് പോകാതിരിക്കുക. പിന്നെ വയലുകൾ, നമ്മൾ ഒരിക്കലും ഈ ഘട്ടത്തിൽ വയലുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള വയലുകളല്ല. നേരത്തെ നമുക്ക് ഇങ്ങേ ഭാഗത്തു നിന്ന് അറ്റം വരെ നോക്കിയാൽ കാണുന്ന വയലുകളാണ്. ഇന്ന് അങ്ങനെയല്ല. എല്ലാം ബ്ലോക്കാണ്, വെള്ളം കയറിയിട്ടുണ്ടാവും. യാത്രയും സാധാരണ നിലയിൽ യാത്ര ചെയ്യാത്തതാണ്. അപ്പോൾ വയലുകളിലൂടെ മഴക്കാലത്ത് യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ നല്ല മഴക്കാലത്ത് സമയത്ത് ഒരു കാരണവശാലും ആരും യാത്ര ചെയ്യരുത്. അതിനെ തടയണം. കുട്ടികളായാലും അത് വലിയ പ്രയാസങ്ങളുണ്ടാകുന്നു. പിന്നെ പ്രയാസമുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വാർഡിൽ ഇതിന് അപ്പുറത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതക്കുറവുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോകാം. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കൊണ്ട് ഈ വിവരശേഖരണം നടത്തണം. ഈ വ്യക്തമായ വിവരശേഖരണം നടത്തി നിങ്ങൾക്ക് തന്നെ അത് ക്രോഡീകരിക്കാൻ പറ്റും. ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിവരം അതുപോലെ തന്നെ എടുത്ത് എല്ലാ ആളുകളുടെയും ഫോൺ നമ്പർ വേണം. വീടിൻ്റെ ഗൃഹനാഥൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ട് അങ്ങനെയല്ല, നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇവരുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കണം. അപ്പോൾ അതിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം കുടുംബത്തിൽ. കുടുംബനാഥൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മൂവ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അവരെ ഒഴിവാക്കി ആ കുടുംബത്തിൽ ആരാണ് ആക്ട് ചെയ്യാൻ പറ്റുന്നത്, പ്രവർത്തിക്കാൻ പറ്റുന്ന ആളെ ഉൾപ്പെടുത്തണം. ഇതൊരു കൃത്യതയോടെ നമ്മൾ ചെയ്യണം. മറ്റു കാര്യങ്ങൾ പോലെയല്ല ഇത്. ഒരു നാടിൻ്റെ ഒരു വിഷയമായിട്ട് വരുന്ന കാര്യം നമുക്ക് ശരിയായ നിലയിൽ നമ്മുടേതായ രീതിയിൽ ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. നമുക്കതിനെ പ്രതിരോധിക്കാനാണ് സാധിക്കുക. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. ഈ ജാഗ്രത ഈ ഒരു ആദ്യഘട്ട പ്രവർത്തനങ്ങളിലുണ്ടാണ്. നേരത്തെ ഇങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടാകും. പക്ഷേ കുറച്ചുകൂടി ആളുകളെ നിങ്ങൾക്ക് ആരെയൊക്കെയാണ് ഈ എമർജൻസി റെസ്പോൺസ് ടീം ഞാൻ പറഞ്ഞത് ഓർക്കുമെന്ന് വിചാരിക്കും. എമർജൻസി റെസ്പോൺസ് ടീമിൽ നമുക്ക് ഈ